ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഡ്സ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ പിസ്സ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കാദ്യം പിസ്സയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ ഈസ്റ്റില്ലേ, മണി പോലത്തെ ഈസ്റ്റ്, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇളം ചൂടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈസ്റ്റും പഞ്ചസാരയും പാലിലേക്ക് യോജിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റെങ്കിലും അടച്ചു വെക്കാം. അപ്പോഴേക്കും ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ അതിനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടയാണെങ്കിലും ഉപയോഗിക്കാം. ആട്ട വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ പിസ്സയുടെ ടെക്സ്ചർ വരില്ല എന്ന് മാത്രം. എങ്കിലും ആട്ട വെച്ചിട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് പൊടിയിലേക്ക് ഫെർമെൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലിലേക്ക് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാലല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലാണെങ്കിലും കുഴച്ചെടുക്കാം. പക്ഷെ കുറച്ചുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്തിരിക്കുന്നത്. ഇനി മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കറക്റ്റായിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, അതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കുക. ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്വല്പം കൂടെ ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഇത് നനഞ്ഞൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ക്ലിൻ ഫിലിം കൊണ്ടോ മൂടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും. മാവ് റെഡിയായി വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു പിസ്സ സോസ് റെഡിയാക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ സോസാണ്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി വേവിച്ചോ അടച്ചിട്ട് സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ എന്താണെങ്കിലും ടൊമാറ്റോ കെച്ചപ്പ് തന്നെയാണ് എടുക്കുന്നത്. അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ പിസ്സ സോസൊക്കെ തയ്യാറാക്കുമ്പോഴേ അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിഗാനോ ചേർത്ത് കൊടുക്കും. ഒറിഗാനോ എന്ന് പറയുന്നത് നമ്മുടെ പനിക്കൂർക്കയില ഉണങ്ങി പൊടിച്ചതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേസിൽ ഉണങ്ങിപ്പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തു മാത്രം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മുടെ സാധാരണ വറ്റൽമുളകില്ലേ, അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1-2 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പിസ്സയിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാകും. ചില ടൊമാറ്റോ കെച്ചപ്പിന് ഭയങ്കര മധുരമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവും മുളകിൻ്റെ അളവും ഒക്കെ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. മാവ് പൊന്താൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവെങ്കിലും ആവണം. അതായത് നമ്മൾ വെച്ചതിൻ്റെ ഇരട്ടി വലുപ്പമെങ്കിലും മാവ് ആവണം. അതിനുശേഷം വേണം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ മാവ് കുഴച്ചെടുക്കുമ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒക്കെ ഇട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാനും പറ്റും. എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനോടെ ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ഷേപ്പിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ എന്താണല്ലോ അങ്ങനെ ചെയ്യുന്നില്ല. ക്യാമറ സ്റ്റാൻഡ് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നത് കാരണം കറക്റ്റ് ഒരു 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ വലിപ്പത്തിലുള്ള വട്ടമായിട്ടാണ് പരത്തിയെടുക്കുന്നത്.
ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിസ്സ ആയതുകൊണ്ട് തന്നെ ഞാൻ മിനി പിസ്സയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ട് ഞാനിവിടെ പാനിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആ പാന് ഏത് പാനിലാണോ ചുട്ടെടുക്കുന്നത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്കിത് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല പോലെ പരത്തിയെടുക്കുക. തീരെ തിന്നായി പോകാൻ പാടില്ല, ചെറിയൊരു കട്ടി ഉണ്ടാവണം. നമ്മളിത് ബേസായിട്ട് ഉപയോഗിക്കുന്നതല്ലേ ഈ മാവ്. പിന്നെയെന്ന് പറഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ ഇതിന് നമുക്ക് ഇനിയിപ്പോൾ ഒരു ഷേപ്പിൽ, ഇപ്പം കറക്റ്റ് വട്ടത്തിലല്ല ഇരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുക്കി കട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് ഷേപ്പ് ആക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ കറക്റ്റ് വട്ടത്തിലുള്ള കുക്കി കട്ടർ ഇല്ല. ഇതുപോലെ ഓരോ ഫ്ലവറിൻ്റെയും സ്റ്റാറിൻ്റെയൊക്കെ ഷേപ്പിലുള്ളതാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ സാധാരണ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കറിപ്പാത്രങ്ങളോ കറക്റ്റ് വട്ടത്തിലുള്ള ചെറുതുണ്ടാവുമല്ലോ, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അത് ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്കിതിനെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ കിട്ടും. ഇതുപോലെ ബാക്കി നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. മാവെല്ലാം ഇവിടെ കറക്റ്റായിട്ട് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഓരോന്ന് വീതം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതിലേക്ക് എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പാനിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈസ്റ്റ് ചേർത്തതായതുകൊണ്ട് ഇത് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പൊങ്ങി വരത്തുമില്ല. പിന്നെ നമ്മളിത് വെന്തതിന് ശേഷം ഇതിലേക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കില്ലേ, അപ്പോൾ അത് സോസ് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്യും. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. 2 സൈഡ് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളിവിടെ പിസ്സ ബ്രെഡ് മുഴുവൻ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാനായിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി എടുത്ത് വെച്ചിരുന്ന പിസ്സ സോസ് ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. വേണ്ടത് ചീസ് വേണം ഇതിലേക്ക്. ഞാനിവിടെ കുറച്ച് ഷ്രെഡഡ് ആയിട്ടുള്ള ചീസാണ് എടുത്തിരിക്കുന്നത്. ഇത് വേണം നിർബന്ധമില്ല, ഏത് തരം ചീസാണെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിലെടുത്തേക്കുന്നത് ബീഫിൻ്റെ പെപ്പറോണിയാണ്. അതായത് ബീഫ് പുകച്ചിട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചിരിക്കുന്നത്, ഉപ്പൊക്കെ ഇട്ട്. നല്ല ഫ്ലേവറാണ്, ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടെടുക്കാൻ നോക്കാം. നമ്മൾ ആ പിസ്സയുടെ ബ്രെഡിലേക്ക്, അതായത് ആ ഹോൾസ് ഉള്ള വശത്തേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന സോസ് ചേർത്ത് കൊടുക്കുക. ഈ സോസൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇത് തേച്ച് കൊടുക്കുക. സോസിന് മുകളിലേക്ക് ഒരല്പം ചീസ് വിതറി കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കുറേശ്ശെ വീതം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ പെപ്പറോണിയൊക്കെ വേണം നിർബന്ധമൊന്നുമില്ല, വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ഒരു നുള്ള് വെറുതെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതുപോലെ എല്ലാ പിസ്സ ബ്രെഡിലും നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഏത് പാനിലാണോ നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്സ എല്ലാം വെച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെക്കാൻ പാകത്തിനുള്ള ഒരു അടപ്പെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അടച്ചു വെച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇതെല്ലാം വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിരുന്നാൽ മതി. പിന്നെയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ചീസ് എപ്പോൾ മെൽറ്റ് ആവുന്നോ അപ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. കണ്ട ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതെല്ലാം എടുക്കാം. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ആ പിസ്സ ഡോ തയ്യാറാക്കി എടുക്കാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ പിസ്സ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ആ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് സാധാരണ നമ്മൾ മുമ്പേ ചെയ്തില്ലേ അതേപോലെ ആദ്യം സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചീസും ബാക്കി വെജിറ്റബിൾസും എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക.
അതുപോലെ തന്നെ തവയിലും വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചീസ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. പിന്നെ നമ്മൾ പിസ്സ ഡോ വെച്ചിട്ട് ചെയ്തതിൻ്റെ അത്രയും സമയം ഇതിനെടുക്കില്ല. ഇത് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റാവും. കാരണം തീരെ തിന്നായിട്ടല്ലേ ഇതിരിക്കുന്നത്, ബ്രെഡിൻ്റെ സ്ലൈസ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചീസെല്ലാം മെൽറ്റാവും. അതുകൊണ്ട് അധികം നേരം വെക്കാൻ പാടില്ല. 1/2 മിനിറ്റ് പോലും എടുക്കില്ല, അപ്പോഴേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രെഡ് ഇതിൽ നിന്ന് എടുക്കുക. ഞാനിവിടെ ബാക്കി ഉണ്ടായിരുന്ന പെപ്പറോണി വെജിറ്റബിൾസും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നമ്മുടെ തവ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.